പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുമ്പിലോട്ട് നടന്നു പോവുകയാണ് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാർഡ് മൊത്തം തീർന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. മൂന്നാമത്തെ കാർഡ്സാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. പ്ലീസ് മദർ യൂണിവേഴ്സ് ഏത് കാർഡാണ് പിന്നെ കിട്ടുന്നത്? പ്ലീസ് പ്ലീസ് പ്ലീസ്. ടാരറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. മൈ കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആ കാർഡ്സൊക്കെ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ മെയിൻ കാർഡ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യവും പിന്നെ നിങ്ങളുടെ സ്വന്തം ജോലി എല്ലാം മറന്നു വെച്ച് പോവുകയാണ് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ മുമ്പിലേക്ക് തുടർച്ചയായി നടക്കുന്നുണ്ട്. നിങ്ങളിനി വിജയിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് കിട്ടുന്നത് ഇവിടെ. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ തിരിച്ച് കൊമ്പ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിനി പറന്ന് നടക്കും എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒടുവിൽ നിങ്ങളുടെ ചിറക് മുറിഞ്ഞു പോയിട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഭയങ്കര ചിന്തിക്കുന്നുണ്ട്. അയ്യോ ഞാനെന്ത് ചെയ്യും? ബാക്കിലോട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അയ്യോ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൊമ്പ് ഒളിഞ്ഞു പോയിരിക്കുന്നു എന്ന്. മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഓടി നിങ്ങൾ മുമ്പിലേക്ക് പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് പറക്കേണ്ട ശക്തി കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങളിപ്പോഴും നടന്നുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓട്ടക്കാരുടെ കാളിലും സ്പീഡ് കിട്ടിയിട്ടാണ് നിങ്ങളിവിടെ പോകുന്നതെന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൽ ആരാണ് നഷ്ടമാകുന്നത് നമുക്ക് നോക്കാം. അവരെടുത്ത് നമുക്കൊന്ന് മെയിൻ കാർഡ് ആരാവും പ്ലീസ് മദർ യൂണിവേഴ്സ്. മെയിൻ കാർഡ് ആരാണ്? മദർ യൂണിവേഴ്സ്. മെയിൻ കാർഡ് നമ്മുടെ പാണ്ടക്കുട്ടന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാണ്ടേനെ വെച്ചിട്ടുണ്ട്. മൂന്നാമത് കിട്ടിയിരിക്കുന്നത് ഇതാണ്. മെയിൻ കാർഡാണ് ഈ പാണ്ട. നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് ജിറാഫിനെ അവിടെ വെക്കാം. അപ്പോൾ നമുക്ക് പാണ്ടേനെ നോക്കാം. ഈ ഒരു പാണ്ട പറയുന്നത്, അയ്യോ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകരുത്, നിങ്ങൾ എൻ്റെ ഒപ്പം മാത്രം നിൽക്കണം. എൻ്റെ സത്യത്തോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് 8 മലയെങ്കിൽ കടന്നു പോകാമെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡൊന്ന് തീർന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത കാർഡ് എടുത്തു നോക്കാം. അയ്യോ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ശരീരത്തേക്ക് മുള്ള് തെറിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ്